വിരുന്ന് ആസ്വദിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രേക്ഷകരെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിന്റെ സംഗീത മേഖലയിൽ അറിയപ്പെടുന്ന ശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ സംഗീതത്തിന്റെ വിവിധ മേഖലകളിൽ, അത് ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും സിനിമാ പിന്നണി ഗാനത്തിലും ഒരുപോലെ തന്റേതായ വ്യക്തിത്വം നിലനിർത്തിയ സംഗീത കുലപതിയാണ് അദ്ദേഹം. സംഗീതത്തിലെ ബഹുമുഖ പ്രതിഭയായ അദ്ദേഹത്തിനെ ഉദ്ഘാടനത്തിന് വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നഗരസഭാ കൗൺസിലറും ദൃശ്യയുടെ വൈസ് പ്രസിഡന്റും കൂടിയായ ശ്രീ വി നന്ദകുമാറാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ. അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അത്യന്തം ആകർഷകവും ആവേശോജ്വലവുമായ ഈ ചടങ്ങിന് സ്വാഗതമരുളാൻ ദൃശ്യയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ അച്യുതൻ പുത്തലത്തിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ദൃശ്യ ഫെസ്റ്റിവൽ 2007 ഏവർക്കും സ്വാഗതം. ദൃശ്യ ആരംഭിച്ച കാലം മുതൽ അതിനുശേഷം അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ തരത്തിലുള്ള ഒരു സംരംഭം, ഒരു മത്സര പരിപാടി ദൃശ്യ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ 2 ഘട്ടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 3-ാം ഘട്ടത്തിൻ്റെ തുടക്കം ഇന്നലെയായിരുന്നു. ഇന്നലെ ജൂനിയേഴ്സിനുള്ള മത്സരം ഇന്നലെ ഇതേ വേദിയിൽ വെച്ച് നടക്കുകയുണ്ടായി. അത് കഴിഞ്ഞു അതിൻ്റെ 2-ാം ഘട്ടത്തിലുള്ള സീനിയേഴ്സിനുള്ള മത്സരമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനു വേണ്ടി ദൃശ്യയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വി നന്ദകുമാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ സായാഹ്നത്തിന്റെ വിശിഷ്ടാതിഥിയായ സംഗീത ചക്രവർത്തി സുപ്രസിദ്ധ സിനിമാ പിന്നണി ഗായകൻ ശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, വേദിയിലെ ദൃശ്യയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗണേഷ്, സെക്രട്ടറി ശിവകുമാർ, ഇവിടെ സ്വാഗതം പറഞ്ഞ അച്ചുവേട്ടൻ, ഇവിടെ എത്തിച്ചേർന്ന ദൃശ്യയുടെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ. സീനിയർ വിഭാഗത്തിന്റെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ കൂടിയായ ശ്രീ കാഞ്ഞങ്ങാട് രാമചന്ദ്രനോട് അഭ്യർത്ഥിക്കുന്നു. കലാസ്നേഹികളായ നാട്ടുകാരെ, ഔപചാരികത എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാടുമായി അല്ലെങ്കിൽ എൻ്റെ നാടുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അത് തികച്ചും ഒരു അനൗപചാരികതയായി പോകും എന്ന ഒരു ധാരണയുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം എല്ലാവർക്കും. ഇന്ന് റിയാലിറ്റി ഷോകളിലൂടെ സംഗീതത്തെക്കുറിച്ചുള്ള ബോധം സാധാരണ ജനങ്ങളിലേക്കും പകർന്നു വരികയാണ്. സംഗീതജ്ഞന്മാർ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് മാത്രം ഉപയോഗിക്കുന്ന സംഗതികൾ, ഫ്ലാറ്റ്, ഷാർപ്പ്, ഇതൊക്കെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായി നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി. എന്നെ സംബന്ധിച്ചോളം എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം, ഇത്രയും ജനകീയവൽക്കരിക്കാൻ പറ്റിയ ഒരു മേഖല മറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യമാണ്. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ദൃശ്യയുടെ ജോയിന്റ് സെക്രട്ടറി വി വിനോദിനെ ക്ഷണിക്കുന്നു. ദൃശ്യയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയായിട്ടുള്ള മ്യൂസിക് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നത് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ പിന്നണി ഗായകൻ ശ്രീ കാഞ്ഞങ്ങാട് രാമേന്ദ്രനാണ്. അദ്ദേഹത്തിന് ദൃശ്യയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് സീനിയർ വിഭാഗത്തിന്റെ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സീനിയർ വിഭാഗത്തിൽ 8 മത്സരാർത്ഥികളാണ് മത്സരിക്കുന്നത്. രതീഷ് കെ വി, കവിത എം കെ, നീരജ കെ, അമൃത പി പി, നിത്യ ബാലകൃഷ്ണൻ, യദുകൃഷ്ണൻ, ബൻസീറ റഷീദ്, ഗോവിന്ദ് പി എൻ എന്നിവരാണ് മത്സരാർത്ഥികൾ.
6 വ്യത്യസ്ത റൗണ്ടുകളാണ് ഈ മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 സെക്ഷനുകളായിട്ടാണ് അവ നടത്തപ്പെടുന്നത്. ഹമ്മിങ് റൗണ്ട്, ശ്രുതി റൗണ്ട്, രാഗം റൗണ്ട്, ഫാസ്റ്റ് സോങ് റൗണ്ട്, മെലഡി റൗണ്ട് ആൻഡ് ഫേവറേറ്റ് റൗണ്ട് എന്നിങ്ങനെ മത്സരാർത്ഥികളുടെ കഴിവ് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള 6 റൗണ്ടുകളാണ് മത്സരം നടത്തപ്പെടുന്നത്. ശ്രുതി റൗണ്ട് ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ദൃശ്യയുടെ ജോയിന്റ് സെക്രട്ടറി ബി വിനോദിനെ ക്ഷണിക്കുന്നു. ദൃശ്യയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരിപാടിയായിട്ടുള്ള മ്യൂസിക് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നത് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ പിന്നണി ഗായകൻ ശ്രീ കാഞ്ഞങ്ങാട് രാമേന്ദ്രനാണ്. അദ്ദേഹത്തിന് ദൃശ്യയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് സീനിയർ വിഭാഗത്തിന്റെ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സീനിയർ വിഭാഗത്തിൽ 8 മത്സരാർത്ഥികളാണ് മത്സരിക്കുന്നത്. രതീഷ് കെ വി, കവിത എം കെ, നീരജ കെ, അമൃത പി പി, നിത്യ ബാലകൃഷ്ണൻ, യദുകൃഷ്ണൻ, ബൻസീറ റഷീദ്, ഗോവിന്ദ് പി എൻ എന്നിവരാണ് മത്സരാർത്ഥികൾ. 6 വ്യത്യസ്ത റൗണ്ടുകളാണ് ഈ മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 സെക്ഷനുകളായിട്ടാണ് അവ നടത്തപ്പെടുന്നത്. ഹമ്മിങ് റൗണ്ട്, ശ്രുതി റൗണ്ട്, രാഗം റൗണ്ട്, ഫാസ്റ്റ് സോങ് റൗണ്ട്, മെലഡി റൗണ്ട് ആൻഡ് ഫേവറേറ്റ് റൗണ്ട് എന്നിങ്ങനെ മത്സരാർത്ഥികളുടെ കഴിവ് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള 6 റൗണ്ടുകളാണ് മത്സരം നടത്തപ്പെടുന്നത്. ശ്രുതി റൗണ്ട് അടുത്തതായി പാടാനെത്തുന്നു. കോഡ് നമ്പർ 205 രതീഷ് കെ വി.